അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിന്നു കോളേജിൽ പോയി വന്നതിന് ശേഷം എല്ലാവരോടായിട്ട് പറയണം കേട്ടോ. അച്ചുമാമയെക്കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. കോളേജിൻ്റെ അവിടെ പൂവാല ശല്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. ആ ശല്യമൊക്കെ പോയി. എൻ്റെ കൂട്ടുകാരികളും ഒക്കെ പറയുന്നുണ്ട്. ഇവിടുത്തെ പോലീസുകാരൻ നല്ല ആളാണെന്ന് പറയുന്നുണ്ട്. നല്ലൊരാളാണ് ഇവിടുത്തെ പോലീസ് ഓഫീസറായി വന്ന ആൾ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയണം കേട്ടോ. ചിന്നു വാദോരാതെ അങ്ങനെ പറയണം അച്ചുമാമയെക്കുറിച്ചിട്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ മുകുന്ദനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അർച്ചന പറയും, ഞാനേ ഇങ്ങനെ കേൾക്കാനാണ് അവനെക്കുറിച്ചിട്ട് ഈ രീതിയിൽ അവൻ നല്ലൊരാളാണ്, നല്ലൊരു പോലീസുകാരനാണെന്ന് പറയുന്നത് കേൾക്കാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ ആയി എന്നിങ്ങനെ പറയണം കേട്ടോ. അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അച്ചുവിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കേട്ടോ. അതേസമയം വിജയശങ്കറും ചന്ദ്രയും കൂടിയിട്ട് ബെഡ്റൂമിൽ പോയിരിക്കുന്നുണ്ട്. ബെഡ്റൂമിൽ പോയിട്ട് വിജയശങ്കർ കിടക്കാൻ നേരത്ത് ചന്ദ്ര വിടണേ ഇല്ല കേട്ടോ. ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം വീണ്ടും കുത്തി വിജയശങ്കറിനോട് പറയണം കേട്ടോ. വിജയശങ്കർ കുറേ നേരമൊക്കെ മിണ്ടാതിരിക്കണം കേട്ടോ. ഇത്തിരി മിണ്ടാതിരിക്കുക ചന്ദ്ര, ഒരു മനസമാധാനം തായോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ചന്ദ്ര പറയണം, നിങ്ങളുടെ മനസമാധാനം എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബലഹീനതയും എന്താണെന്ന് എനിക്കറിയാം. അർച്ചന അവൾ ഒറ്റ ഒരുത്തിയാണ് നിങ്ങളുടെ ബലഹീനത. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് അവളുടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഓഫീസും വെച്ചിരിക്കുന്നത്. അവളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നതും എനിക്ക് എന്തായാലും അറിയാം എന്നിങ്ങനെ ചന്ദ്ര വിജയശങ്കറോട് പറയണം കേട്ടോ. വിജയശങ്കറിന് ആകെ മൊത്തം ദേഷ്യം വന്നിട്ട് ഇരിക്കുകയാണ്. ചിന്നുവിൻ്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ അർച്ചനയായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് വിജയശങ്കറെ സ്വൈര്യം കെടുത്തുകയാണ് ചന്ദ്ര ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് രുക്കുവിനെയും അച്ചുവിനെ അമ്പാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന കാരണം എനിക്കറിയാം. കാരണം നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പെങ്ങളെയും അച്ചുവിനെ അമ്പാട്ട് വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും അങ്ങനെ വിജയശങ്കറിനെ കുത്തിയിട്ട് ചന്ദ്ര ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ?